ക്വിസ് ആൻഡ് ഫാക്സിന്റെ മറ്റൊരു വായനാദിന ക്വിസിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓൾറെഡി തന്നെ പല വീഡിയോസിലൂടെ വായനാ ദിനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏകദേശം പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ ഒരു ചോദ്യങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ ക്വിസ് മത്സരങ്ങളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. ഇതിലുള്ള എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് അറിയാമെന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ ഒരു പേനയും പേപ്പറും എടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഒരു ക്ലാസ്സിന്റെ കൂടെ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ ഒരു വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യന്റെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്ത് അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. ഇനി നമുക്ക് നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വളരെ ഈസി ആയ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ആരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. പി.എൻ. പണിക്കരാണ്. പി.എൻ. പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19 അദ്ദേഹം അന്തരിച്ചത് ജൂൺ 19, 1995 ആ ഒരു ജൂൺ 19 ഇദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂൺ 19 ആദരസൂചകമായിട്ടാണ് നമ്മളത് വായനാ ദിനമായി ആചരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേരള സർക്കാർ ഏത് വർഷം മുതലാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു പി.എൻ. പണിക്കർ അന്തരിച്ചത് ജൂൺ 19, 1995 അതിനുശേഷം 1996 നമ്മൾ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ മരണശേഷം അടുത്ത വർഷമാണ് നമ്മൾ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. അതോടൊപ്പം നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കുക, ആ ഒരു ജൂൺ 19 വായനാ ദിനമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ പേര് എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. ഉത്തരം എന്താണ്? A.K. ആന്റണി. ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തെ ചോദ്യം, പി.എൻ. പണിക്കരുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിച്ച വർഷം ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത്. തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം ഇദ്ദേഹമാണ് രൂപീകരിച്ചത് എന്ന് ചോദ്യത്തിൽ തന്നെ പറയുന്നുണ്ട്. ചിലപ്പോൾ അത് മറ്റൊരു ചോദ്യമായി ചോദിക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 1945. ഡേറ്റ് കൂടി ഓർത്തിരിക്കുക, സെപ്റ്റംബർ 14. ചോദ്യം നമ്പർ 4, 1975 കേരള ഗ്രന്ഥശാല സംഘത്തിന് യുനെസ്കോയിൽ നിന്നും ലഭിച്ച അന്താരാഷ്ട്ര പുരസ്കാരം ഏതാണ്? നമ്മൾ തൊട്ട് മുമ്പ് പി.എൻ. പണിക്കർ ആരംഭിച്ചു എന്ന് പറഞ്ഞ തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘമാണ് പിന്നീട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കേരള ഗ്രന്ഥശാല സംഘമായി മാറിയത്. ആ ഒരു കേരള ഗ്രന്ഥശാല സംഘത്തിന് 1975 യുനെസ്കോയുടെ കയ്യിൽ നിന്ന് ഒരു അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചിരുന്നു. ആ അന്താരാഷ്ട്ര പുരസ്കാരമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താണ്? ക്രിബ്സ്കയ അവാർഡ് അല്ലെങ്കിൽ ക്രിബ്സ്കയ പുരസ്കാരം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ അഡീഷണൽ ഇൻഫർമേഷൻ കൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം എല്ലാ വർഷവും ചോദിക്കുന്ന ചോദ്യമാണ്. കേരള ഗ്രന്ഥശാല നിയമം അല്ലെങ്കിൽ കേരള ലൈബ്രറി ആക്ട് നിയമസഭ പാസാക്കിയ വർഷം ഏതാണ്? ഉത്തരം 1989. കേരള ഗ്രന്ഥശാല നിയമം അല്ലെങ്കിൽ കേരള ലൈബ്രറി ആക്ട് നിയമസഭ പാസാക്കിയത് 1989. ഈ ഒരു നിയമം ആദ്യമായി ഇന്ത്യയിൽ കൊണ്ടുവന്ന സംസ്ഥാനം അല്ലെങ്കിൽ ലൈബ്രറി ആക്ട് ആദ്യമായി ഇന്ത്യയിൽ കൊണ്ടുവന്ന സംസ്ഥാനം കൂടി ഓർത്തിരിക്കുക, തമിഴ്നാടാണ്. ആറാമത്തെ ചോദ്യം, പി.എൻ. പണിക്കരുടെ ജന്മസ്ഥലം എവിടെയാണ്? പി.എൻ. പണിക്കരുടെ ബർത്ത് പ്ലേസ് എവിടെ? ഉത്തരം ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. അതോടൊപ്പം തന്നെ പി.എൻ. പണിക്കർ ജനിച്ച വർഷം കൂടി ഓർത്തിരിക്കുക. പി.എൻ. പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം അന്തരിച്ച തീയതി എല്ലാവർക്കും അറിയാം. പി.എൻ. പണിക്കർ ജനിച്ചിരിക്കുന്നത് 1909 മാർച്ച് 1 എവിടെയാണ് ജനിച്ചത്? ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ എന്ന സ്ഥലത്ത്. ചോദ്യം നമ്പർ 7, ഒരു വായനശാല തുടങ്ങുമ്പോൾ ഒരു ജയിൽ അടക്കപ്പെടുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം വിക്ടർ ഹ്യൂഗോ. ഒരു വായനശാല തുറക്കുമ്പോൾ ഒരു ജയിൽ അടയ്ക്കപ്പെടുന്നു എന്ന് പറഞ്ഞത് വിക്ടർ ഹ്യൂഗോയാണ്. ചോദ്യം നമ്പർ 8, മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന
തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന സ്ഥലം. കൃത്യമായി പറയുകയാണെങ്കിൽ തൃക്കണ്ടിയൂർ. ആരുടെ ജന്മസ്ഥലമാണ്? എഴുത്തച്ഛന്റെ ജന്മസ്ഥലമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഉത്തരം മലപ്പുറം ജില്ലയിലെ തിരൂർ. 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏത്? പല കുട്ടികൾക്കും കൺഫ്യൂഷൻ വരുന്നൊരു ചോദ്യമാണ്. ഞാൻ കൃത്യമാക്കി തരാം. മലയാളത്തിലെ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് കുന്തലതയാണ്. രചിച്ചിരിക്കുന്നത് അപ്പു നെടുങ്ങാടി. രചിച്ച വർഷം 1887. എന്താണ് നോവലിന്റെ പേര്? കുന്തലത. രചിച്ചിരിക്കുന്നത് അപ്പു നെടുങ്ങാടി. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ് എന്നാണ്. അതിന്റെ ഉത്തരം ഇന്ദുലേഖയാണ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലതയാണ്. ഇന്ദുലേഖ രചിച്ചിരിക്കുന്നത് ഒ ചന്തുമേനോനാണ്. രചിച്ച വർഷം 1889. 2 വർഷം വ്യത്യാസമുണ്ട്. ആദ്യത്തെ നോവലാണ് ഏത്? ആദ്യത്തെ നോവൽ കുന്തലത. ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ. അടുത്ത ചോദ്യം, 1980 എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഉത്തരം ഒരു ദേശത്തിന്റെ കഥ. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ്. അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കൃതിക്ക് 1965 ആ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമതായി ആ പുരസ്കാരം നേടുന്ന ആളാണ് എസ് കെ പൊറ്റക്കാട്. വർഷം 1980. കൃതിയുടെ പേര് ഒരു ദേശത്തിന്റെ കഥ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. എല്ലാ വർഷവും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. 11ാമത്തെ ചോദ്യം, ആദ്യത്തെ കുമാരനാശാൻ പുരസ്കാരം നേടിയ കവി ആരാണ്? ആദ്യത്തെ കുമാരനാശാൻ പുരസ്കാരം നേടിയ കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഇതോടൊപ്പം ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടി പറയാം. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ ആളെ പറ്റി എപ്പോഴും ചോദിക്കാറുണ്ട്. അതൊരു സ്ത്രീയാണ്. പേരെന്താണ്? ലളിതാംബിക അന്തർജനം. ആദ്യത്തെ കുമാരനാശാൻ അവാർഡ് നേടിയത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അതുപോലെ തന്നെ ആദ്യത്തെ വയലാർ അവാർഡ് നേടിയത് ലളിതാംബിക അന്തർജനം. അടുത്ത ചോദ്യം, ONV കുറുപ്പിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണത്. ഉത്തരം അക്ഷരം. നേടിയ വർഷം 1975. ONV കുറുപ്പിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് അക്ഷരം. നേടിക്കൊടുത്ത വർഷം 1975. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. കാൽപ്പനികതയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? കാൽപ്പനികതയുടെ കവി എന്ന് വിശേഷിക്കപ്പെടുന്നത് ആര്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കാൽപ്പനികതയുടെ കവി എന്ന് വിശേഷിക്കപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. 14ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം ഏത്? ഉത്തരം ജ്ഞാനപീഠ പുരസ്കാരം. 14ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ജ്ഞാനപീഠ പുരസ്കാരമാണ്. 15ാമത്തെ ചോദ്യം, രണ്ടാമൂഴം എന്ന പ്രശസ്ത നോവൽ രചിച്ചത് ആരാണ്? ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന ഒരു ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. രണ്ടാമൂഴം എന്ന കൃതി രചിച്ചിരിക്കുന്നത് MT വാസുദേവൻ നായരാണ്. ഇതിലൂടെ അദ്ദേഹം ഭീമന്റെ കാഴ്ചപ്പാടിലൂടെയാണ് മഹാഭാരത കഥ പറഞ്ഞു പോകുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ചെമ്മീൻ എന്ന പ്രശസ്ത നോവലിന്റെ രചയിതാവ് ആരാണ്? ചെമ്മീൻ എന്ന നോവലിന്റെ രചയിതാവ് ആര്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഉത്തരം തകഴി ശിവശങ്കരപിള്ള. അദ്ദേഹത്തിന്റെ വൺ ഓഫ് ദ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന കൃതിയാണ് ചെമ്മീൻ. അതൊരു നോവലാണെന്ന് ഓർത്തിരിക്കുക. അതിനകത്ത് പറയുന്നത് എന്താണ്? കറുത്തമ്മയുടെയും പരീൻകുട്ടിയുടെയും പ്രണയകഥയെ പറ്റിയാണ് പറയുന്നത്. ഉത്തരം തകഴി ശിവശങ്കരപിള്ള. 17ാമത്തെ ചോദ്യം, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിന്റെ കർത്താവ് ആരാണ്? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിന്റെ കർത്താവ് M മുകുന്ദനാണ്. ഉത്തരം M മുകുന്ദൻ. അടുത്ത ചോദ്യം, ആരാച്ചാർ എന്ന പ്രശസ്ത നോവൽ എഴുതിയത് ആരാണ്? ആരാച്ചാർ എന്ന പ്രശസ്ത നോവൽ എഴുതിയത് ആര്?
വളരെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ആരാച്ചാർ എന്ന് പറയുന്നത്. ആരാച്ചാർ എന്ന നോവൽ രചിച്ചിരിക്കുന്നത് ആരാണ്? കെ.ആർ. മീര. ഉത്തരം കെ.ആർ. മീര. 19ാമത്തെ ചോദ്യം, മതിലുകൾ എന്ന നോവൽ എഴുതിയത് ആരാണ്? മതിലുകൾ എന്ന പ്രശസ്തമായ നോവൽ എഴുതിയതാര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ഈ ഒരു നോവൽ പിന്നീട് സിനിമയായി മാറുകയുണ്ടായിരുന്നു. ഈ ഒരു മതിലുകൾ എന്ന നോവൽ രചിച്ചതാരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കും. ഈ PDF ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോയിലെ 20ാമത്തെ ചോദ്യം, 100 സിംഹാസനങ്ങൾ എന്ന നോവൽ എഴുതിയത് ആരാണ്? ഉത്തരം ജയമോഹൻ. വളരെ പ്രധാനപ്പെട്ട ഒരു നോവലാണ്. നോവലിന്റെ പേരെന്താണ്? 100 സിംഹാസനങ്ങൾ. എഴുതിയിരിക്കുന്നത് ജയമോഹൻ. ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. നോവലുകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ഇന്നത്തെ ബോണസ് ചോദ്യം. ശബ്ദങ്ങൾ എന്ന പ്രശസ്ത നോവൽ രചിച്ചത് ആരാണ്? ഉത്തരമറിയുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിന്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിന്റെ ഉത്തരവും വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു: അവസാനമായി മലയാളത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഇതിന്റെ ശരിയായ ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. ഇനി ആരൊക്കെയാണ് സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിന്റെ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വിന്നേഴ്സ് ആയിഷ ഹാനിയ, ഇഷൽ ഇബ്രാഹിം, ദിയാൻ, ഹാദിയ ഹസൻ, ദേവ്ന, ശിവകാർത്തിക, അനുഷ്ക, ശ്രീനന്ദ, അദ്രിനാഥ്, ജാനവി എന്നിവരാണ്. ഇതുപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഉത്തരം നിങ്ങൾ എല്ലാവരും ഇതുപോലെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിന്നറിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഓൾറെഡി 5 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ 5 വീഡിയോസും ഇപ്പോൾ ഈ ഒരു വീഡിയോയും കണ്ട ശേഷം നമ്മൾ ഇനി ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. ആ വീഡിയോ കൂടി കാണുകയാണെങ്കിൽ വായനാ ദിനവുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചു തീർത്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ ഇന്ന് വൈകുന്നേരം വരുന്നതാണ്. ആ ഒരു വീഡിയോ കൂടി എല്ലാവരും കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.